നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലാണ് സംഭവം. ആമ്പല്ലൂരിൽ പൈപ്പിന് കുഴിയെടുത്തത് അശാസ്ത്രീയമായി മൂടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയാകുന്നു. പരാതിയുമായി യാത്രക്കാരും വ്യാപാരികളും. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ ഈ വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡിന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയെ തെരഞ്ഞെടുത്തതായി കേരള യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ നമ്മുടെ കളിസ്ഥലം എന്ന ആശയം സാംസ്കാരിക കേരളത്തിന് മാതൃകയാകുന്നു. തലോരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിൽ ശനിയാഴ്ച പുലർച്ചെ 3-നാണ് സംഭവം. കൂനത്തിൽ ഹമീദിന്റെ പശുവിനെയാണ് പുലി പിടിച്ചത്. പശുക്കുട്ടിയുടെ പിൻഭാഗം മുഴുവനായും ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലി ഇറങ്ങിയത്. നാട്ടുകാർ ഭീതിയിലാണ്. ആമ്പല്ലൂരിൽ പൈപ്പിന് കുഴിയെടുത്തത് അശാസ്ത്രീയമായി മൂടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയാകുന്നു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലാണ് കുടിവെള്ള പൈപ്പിടാനായി കുഴിയെടുത്തത്. എന്നാൽ അലക്ഷ്യമായാണ് കുഴി മൂടിയെന്നാണ് നാട്ടുകാരുടെ പരാതി. മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്കും വ്യാപാരികൾക്കും ഇത് ഒരേപോലെ തലവേദനയാവുകയാണ്. ക്രിസ്മസ് അടുത്തതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുന്നതിനിടെയാണ് നിരുത്തരവാദിത്തപരമായ പ്രവൃത്തി അപകടഭീതിയിലാക്കുന്നത്. കഴിഞ്ഞ 9-നാണ് ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആരംഭിച്ചത്. അലക്ഷ്യമായി കുഴികൾ മൂടിയതോടെ ഇതുവഴി നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഭാഗം വരെ വെറുതെ മണ്ണിട്ട് മൂടുകയായിരുന്നു. വലിയ കല്ലുകളും മെറ്റൽ അവശിഷ്ടങ്ങളും നികത്തിയാണ് പണികൾ അവസാനിപ്പിച്ചത്. വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ ഈ വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡിന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയെ തെരഞ്ഞെടുത്തതായി കേരള യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ കൊടകരയിൽ അറിയിച്ചു. രാജൻ വർഗീസ്, MK രാമചന്ദ്രൻ, ജിനു ജോൺ, B ഉഷ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ മാതൃകാപരവും വികസനോത്മകവുമായ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയത്തിനതീതമായ പൊതുജന അംഗീകാരം, അഴിമതിരഹിതമായ പ്രവർത്തനം, പ്ലാൻ ഫണ്ടിന്റെ വിനിയോഗം, സംഘാടക മികവ് എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവാർഡിന് അർഹനാക്കിയത്. അവാർഡ് ദാനം ജനുവരി അവസാനം ആളൂർ ഗ്രാമപഞ്ചായത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നിർവഹിക്കുമെന്ന് സംഘടനാ ഭാരവാഹിത്വം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സേവ്യർ പാലാട്ടി, സോണി തോമസ്, KP ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. 2024 വർഷത്തെ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ 2024 തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡിന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR ജോജോ അർഹനായ വിവരം സസന്തോഷം അറിയിക്കുകയാണ്. 25,000 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ നമ്മുടെ കളിസ്ഥലം എന്ന ആശയം സാംസ്കാരിക കേരളത്തിന് മാതൃകയാകുന്നു. ഒരു നാടിനു വേണ്ടിയുള്ള ഈ തലമുറയുടെ സമർപ്പണമാണിത്. ഒരു നാടിന്റെ ആഗ്രഹമാണിത്. എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമായി ദേശാതിർത്തികളില്ലാതെ ഒരു പൊതു കളിസ്ഥലം. ഒപ്പം നീണ്ടകാലത്തെ അധ്വാന ജീവിതത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന വയോജനങ്ങൾക്ക് ഒരു വിശ്രമ കേന്ദ്രവും. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19-ാം വാർഡിലെ തെക്കേ നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ ഈ ആശയം ഒരു നാട് ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നന്ദിപുലം വില്ലേജിൽ TK രാമകൃഷ്ണൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ 53 സെന്റ് സ്ഥലമാണ് ഇവർ നാടിന്റെ കളിസ്ഥലമായി സ്വന്തമാക്കുന്നത്. സെന്റിന് 60,000 രൂപ നിരക്കിലാണ് സ്ഥലം വാങ്ങുന്നത്. സ്ഥലത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 50 ലക്ഷം രൂപ സമാഹരിക്കുകയാണ് ആദ്യ ലക്ഷ്യം. മാരകലഹരിയുടെ ലോകത്തേക്കും മതാന്ധതയുടെ വെറുപ്പിലേക്കും
രാഷ്ട്രീയ വിദ്വേഷങ്ങളിലേക്കും വരും തലമുറയെ തള്ളിയിടാൻ തങ്ങൾ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്ന പാഠം. മിഴി സാംസ്കാരിക വേദി ഇപ്പോൾ ഒരു പുതിയ അധ്യായമാണ് നമ്മൾ എഴുതി ചേർക്കാൻ പോണത്. നമ്മുടെ നാട്ടിലൊരു കളിസ്ഥലമില്ല. അപ്പോൾ എല്ലാ നാടിൻ്റെയും കുട്ടികൾ കളിച്ച് വളരേണ്ടതാണ് അത്യാവശ്യം. ആ സമയത്ത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ വഴി തെറ്റിയിട്ട് പോകുന്നത് ലഹരിയിലേക്കാണ്. അതും മാരകമായ രാസലഹരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ മിഴിയുടെ നേതൃത്വത്തിൽ ഒരു 53 സെൻറ്റ് സ്ഥലം ഒരു കളിസ്ഥലത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. 2.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ഇനി നമ്മൾ അത് ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് അത് ജനുവരിയോടുകൂടി തീരെടുത്തിട്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു 50 ലക്ഷത്തോളം രൂപ നമുക്ക് ചിലവ് വരും. ആ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പിന്നെ ഒരു PSC കോച്ചിങ് ക്യാമ്പ്, കോച്ചിങ് സെൻറ്റർ പോലെ. അതോടൊപ്പം ഒരു ബിൽഡിങ് നമ്മൾ അവിടെ ഒരു 5 സെൻറ്റിൽ ഒരു ചെറിയ ബിൽഡിങ് വായനശാല അടക്കം പണിയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു PSC കോച്ചിങ് സെൻറ്ററും ക്ലബിൻ്റെ ഓഫീസും അങ്ങനെയൊക്കെയാണ്. ക്ലബിന് ഇപ്പോൾ ഒരു ഓഫീസ് ഉണ്ട്, നമ്മുടെ മുകളിലുണ്ട്. അതിനെല്ലാ ജനങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 3 ലക്ഷം മുതൽ അങ്ങോട്ട് താഴേക്ക് കണ്ടമാനം 1,50,000, അത് 1 സെൻറ്റിൻ്റെ പൈസ 60,000, അര സെൻറ്റിൻ്റെ, 1/4 സെൻറ്റ് അങ്ങനെയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രതികരണമാണ്, നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. തങ്ങൾക്കായി സ്വന്തം കളിസ്ഥലം ഒരുങ്ങുന്നതിന്റെ ത്രില്ലിലാണ് നാട്ടിലെ കൊച്ചു കൂട്ടുകാരും. വളരെ സന്തോഷം. കുറേ നാളായിട്ട് ഞങ്ങൾ ഇവിടെ കളിക്കാനൊന്നും സ്ഥലമില്ലാണ്ട് പാടത്തൊക്കെ താൽക്കാലികമായ സ്ഥലത്താണ് കളിക്കാറ്. അപ്പോൾ ഒരു സ്ഥിരമായൊരു സ്ഥലം വരുന്നതിന് എല്ലാവർക്കും സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരുടെ സഹകരണമൊക്കെ കൂടി ഉണ്ടായാൽ ഇത് പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. എല്ലാവരും സഹകരിക്കുക. ഇവിടെ ഈ കളിസ്ഥലം വേണമെന്ന് കുറേ നാളായി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. പദ്ധതിക്കായി 50 ലക്ഷം രൂപ സമാഹരിക്കുക എന്നത് വലിയ കടമ്പയായി കരുതിയെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന നാടിന്റെ പിന്തുണ വിസ്മയിപ്പിക്കുന്നതാണെന്നും ഇനിയും ഒട്ടേറെ മുന്നോട്ടു പോകുവാൻ ഊർജമാണ് ഈ പിന്തുണയെന്നും മിഴി എക്സിക്യൂട്ടീവ് മെമ്പർ സജി ആത്മവിശ്വാസത്തോടെ പറയുന്നു. മിഴി ഇങ്ങനെ ഒരു തുടക്കമിട്ടപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ പൂർത്തീകരിക്കുന്നുള്ളത്. വളരെ ആശയപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് നൽകുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരു 3-4 മാസം പിന്നിട്ടിരിക്കുകയാണ്. അതിൽ ബഹുജനങ്ങളുടെ നല്ലൊരു പങ്കാളിത്തം, നല്ലൊരു സപ്പോർട്ട്, നമ്മൾ ഈ ഏറ്റെടുത്തതിൻ്റെ വിജയം 100 ഇരട്ടിയാവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങൾ. നമുക്ക് തുടക്കത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ള ഒരു ആശയം പലരുടെ ഒരു സമന്വയമായിരുന്നു. ആശയങ്ങളുടെ എല്ലാം ഒരു സമന്വയം, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളുടെ ഒരു സമന്വയമായിരുന്നു. അതിപ്പോൾ നമ്മൾ വിപുലീകരിച്ചു. അത് നമ്മൾക്കിപ്പോൾ വയോജനങ്ങൾക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്പോർട്സ് പരിശീലനങ്ങൾക്ക് അപ്പോൾ എത്രയും വേഗം അത് പൂർത്തീകരിക്കും. എല്ലാവരുടെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി കൂടി ഞങ്ങൾ പറയാം. നാടിന്റെ കളിസ്ഥലത്തോടൊപ്പം വയോജനങ്ങൾക്കായി ഒരു വിശ്രമ കേന്ദ്രം കൂടിയെന്ന ആശയം മഹത്തരമാണെന്നും സാധാരണക്കാരായ പ്രദേശവാസികളോടൊപ്പം സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹായങ്ങൾ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും സ്ഥലമെടുപ്പ് കമ്മിറ്റി അംഗം ഷീജ നാരായണൻ പറഞ്ഞു. ലഹരിക്കെതിരെ കളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു നാട് ഒന്നായി ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും, അതിപ്പോൾ അത്രയും വലിയ ഫിനാൻഷ്യലി വലിയ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഗ്രാമമല്ല അത്. എന്നിട്ട് പോലും ഓരോ വീട്ടുകാരും അവർക്ക് പറ്റണേലും അധികമാണ് ഒരു സെൻറ്റ് 1/2 സെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഒരു ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല, അവർ മനസ്സറിഞ്ഞ് തരുന്ന തുകകളാണ്. അപ്പോൾ നമ്മൾ പാതി വഴിക്ക് എത്തിയിട്ടുള്ളൂ, ഇനിയും പാതി ദൂരം കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെയും സഹകരണമുണ്ട്. എങ്കിൽ കൂടിയും മറ്റ് പുറത്തുനിന്നുള്ള സഹായങ്ങളും കൂടി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഏറെ ദൂരം നടക്കാതെ തന്നെ പെട്ടെന്ന് എത്താൻ സാധിക്കും. താങ്ക് യു. പദ്ധതിയിലേക്ക് വേണ്ട 50 ലക്ഷം രൂപയിൽ പകുതിയോളം ഇവർ സമാഹരിച്ചു കഴിഞ്ഞു. തവണകളായി മറ്റും പദ്ധതിയിലേക്ക് സഹായങ്ങൾ നൽകുന്നവരും വിദേശത്തെ സുഹൃത്തുക്കളും ഇവരുടെ പ്രയത്നങ്ങൾക്ക് കൈത്താങ്ങാണ്. കളിസ്ഥലവും വയോജന വിശ്രമ കേന്ദ്രവും ലൈബ്രറിയും റീഡിംഗ് റൂമും ഉൾപ്പെടുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് നാടിനു വേണ്ടി മിഴിയുടെ ലക്ഷ്യമെന്ന് പദ്ധതിയുടെ ജനറൽ കൺവീനർ TV രാജേഷ് പറഞ്ഞു. ഈ പദ്ധതിക്ക് ഞങ്ങൾ 3 ലക്ഷ്യങ്ങളാണ് കാണുന്നത്. 3 ലക്ഷ്യങ്ങൾ. ഒന്ന്, ഈ കുട്ടികൾ ഇപ്പോൾ ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ കുട്ടികൾ കൂടുതൽ സമയം മൊബൈലിൽ ഇതിൻ്റെ സ്ക്രീനിൽ ചിലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തത്, അപ്പോൾ അവരെ അതിൽ നിന്ന് പിൻവലിപ്പിച്ചിട്ട് നമുക്ക് അവരോട് ബോധവൽക്കരണ കാര്യങ്ങൾ, നിങ്ങൾ അതിൽ ഇത്രയും സമയം നിങ്ങൾ മൊബൈലിൽ ഇരിക്കരുത്, നിങ്ങൾക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ ബാധിക്കും, ഇത്തരം കാര്യങ്ങൾ നമുക്ക്
പറയുന്നതിന് പകരമായിട്ട് നമ്മളൊരു ബദൽ വെക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കൗമാരോ അല്ലെങ്കിൽ ബാല്യമോ കളിച്ചു തീർക്കേണ്ടത് മൈതാനത്തിലാണ്. കളിക്കളത്തിൽ കളിച്ചു തീർക്കേണ്ട സമയത്ത് നമ്മൾ മൊബൈലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ അതിനെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഈ ഇപ്പോൾ കൗമാരക്കാരിലും അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരി വലിയൊരു പ്രശ്നമായിട്ട് സാമൂഹിക വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോൾ ഉൾഗ്രാമങ്ങളിൽ പോലും ലഹരി വലിയ വിപത്താണ്. ഇതിനെതിരെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് ഒരു മറുപടി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഒരു ലഹരിയിലേക്ക് കടക്കുക അത്ര എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നില്ല. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ക്യാപ്ഷനിലുണ്ട്, എന്നും എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമുള്ള ഒരു വലിയ സംരംഭമാണിത്. ഈ നാടിൻ്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നാട് അതിന്റെ സംസ്കാരത്തിലേക്ക് ഒത്തൊരുമയുടെ, പരസ്പര ബഹുമാനത്തിന്റെ, അനുകമ്പയുടെ ഒരു ഏടുകൂടി തുന്നിച്ചേർക്കുകയാണ്. എല്ലാവർക്കും എല്ലാ കാലത്തേക്കുമായി ദേശാതിർത്തികളില്ലാതെ ഒരു പൊതു കളിസ്ഥലമെന്ന മഹത്തായ ആശയത്തിലൂടെ വ്യക്തിപരമായ അജണ്ടകളില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ, വരും തലമുറയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ കളിസ്ഥലമെന്ന പദ്ധതിയിലൂടെ നന്ദിപുലം മിഴി സാംസ്കാരിക വേദി മുന്നോട്ട് വയ്ക്കുന്നത്. ബൃഹത്തായ ഈ പദ്ധതിയിലേക്ക് ഏറെ ദൂരം നടക്കാനുണ്ടെങ്കിലും ഒരു നാട് നൽകുന്ന പിന്തുണയാണ് ഇവരുടെ ഊർജം. നാടിനായി സ്വന്തം ഒരു കളിസ്ഥലം, നമ്മുടെ കളിസ്ഥലം, നമ്മുടെ കുട്ടികൾ കളിച്ചു വളരട്ടെ. ക്യാമറാമാൻ ലിജീഷിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ ദ ഗ്രോത്ത് സമ്മിറ്റ് വിൻകോസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ KV ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 10 വർഷം പിന്നിട്ട സ്റ്റാഫുകളെ അനുമോദിച്ചു. ലീഗൽ അഡ്വൈസർ രജത് ഡേവിസ്, വിൻകോസ്റ്റ് നിധി ചെയർമാൻ PL ബാബു, ഡയറക്ടർ MR റപ്പായി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ VV രാജേഷ്, വിൻകോസ്റ്റ് കുറീസ് ചെയർമാൻ KM വിജയരാഘവൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ക്രിസ്മസ് ആഘോഷവും നടന്നു. വിൻകോസ്റ്റ് എന്ന ഈ സ്ഥാപനം മധുര 17 മിനിറ്റ് പൂർണ്ണ വളർച്ചയിൽ എത്തി നിൽക്കുകയാണ്. 18 വർഷമായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. 2007 ഒരു സിറ്റി കമ്പനിയായി ആരംഭിച്ച് കാലഘട്ടത്തിനനുസരിച്ച് സാമ്പത്തിക മേഖലകളിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വിവിധ തരങ്ങളിലായിട്ടുള്ള സാമ്പത്തിക ബിസിനസ്സുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. വിൻകോസ്റ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് വിൻകോസ്റ്റ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. 7/7/2007 നന്ദിക്കര കേന്ദ്രമാക്കി ഒരു ചെറിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 17 വർഷക്കാലം പിന്നിട്ട സമയത്ത് വിൻകോസ്റ്റിന്റെ മേഖല നോക്കുന്ന സമയത്ത് ഒരു കുറിസ്ഥാപനമായി പ്രവർത്തനം ആരംഭിച്ചു. ഈ കമ്പനിയുടെ ഗുഡ്വിൽ, ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഉപരിയായിട്ട് ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ആശയമാണ്. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. കുട്ടിബോൺ നഥാലയുടെ അകമ്പടിയോടെയായിരുന്നു വെണ്ടോർ സെന്റ് മേരീസ് UP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ. PTA പ്രസിഡന്റ് സനൽ മഞ്ഞളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നേലിപ്പറമ്പിൽ ക്രിസ്മസ് സന്ദേശം നൽകി. MPTA പ്രസിഡന്റ് സുഹൃത് സോന സമ്മാന വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ജോസി ജോണി, പ്രധാന അധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ, ട്രസ്റ്റി സിറിൽ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾക്കായി സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷനും ഏഞ്ചൽ പാപ്പ മത്സരവും നടത്തി. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. ക്രിസ്മസ് സന്തോഷത്തിന്റെ അവസരമാണ്, ആനന്ദത്തിന്റെ അവസരമാണ്. മനുഷ്യരെ ഈ അവരുടെ ദുരിതാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ക്രിസ്മസ്. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ മുപ്ലിയം സൗഹൃദ അംഗനവാടിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ, അംഗൻവാടി അധ്യാപിക VV വനജ, ഹെൽപ്പർ TK വിജയ എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ സൗഹൃദം തണൽ കമ്മിറ്റി ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അംഗം അൽജോ പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു.
തണൽ പ്രസിഡന്റ് ജോസഫ് പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, തണൽ സെക്രട്ടറി വിൻസെന്റ് പുളിക്കൽ, ജോളി ചുക്കിരി, ഡേവിസ് അക്കര, പി ചന്ദ്രൻ, റപ്പായി, തൃക്കൂക്കാരൻ ജോസ് കൊക്കാലി, KV പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ ഒരുക്കിയ എസ്ട്രല്ല ഈവ് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, സ്ഥിരം സമിതി അംഗം ഷൈബി സജി, പഞ്ചായത്ത് അംഗം KS സൂരജ്, പ്രധാനാധ്യാപിക TM ശകുന്തള, PTA പ്രസിഡന്റ് ഷാജു കുഴിവേലി, കോടാലി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഷരീഫ് ദാരിമി, PK രാജൻ എന്നിവർ പ്രസംഗിച്ചു. ബാൻഡ് വാദ്യവും കരോൾ ഘോഷയാത്രയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവർക്കും പഞ്ചായത്തിന്റെ പേരിലുള്ള ഹാപ്പി ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് പുതുക്കാട് 10ാം വാർഡിലെ തണൽ പുഞ്ചിരി ക്ലബ്ബ് ക്രിസ്മസ് ആഘോഷിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് MV യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേക്കുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം ടീന തോബി, മുൻ പഞ്ചായത്ത് അംഗം തോബി ടോട്ടിയാൻ, സെക്രട്ടറി AC ലോനപ്പൻ, PT മോഹനൻ, TR സജീവൻ, CS അനിരുദ്ധൻ, തങ്ക മാധവൻ, സുന്ദരൻ പടിയത്ത് എന്നിവർ പ്രസംഗിച്ചു. തലോരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കാളൻ വീട്ടിൽ ജോസ്, യാത്രക്കാരായ മുണ്ടൂർ സ്വദേശികളായ 3 പേർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിക്കും സാരമായി പരിക്കേറ്റു. ഓട്ടോയിലുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷം 2 ദിവസങ്ങളിലായി നടത്തി. ആദ്യ ദിനത്തിൽ സിനിമാ ബാലതാരങ്ങളായ ഡാവിഞ്ചി, നീരജ് കൃഷ്ണ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ദിനമായ റിതം 2024 ചലച്ചിത്ര താരങ്ങളായ ശ്രീഷ്മ ചന്ദ്രൻ, അനിൽ ആറോ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി, സെക്രട്ടറി TC സേതുമാധവൻ എന്നിവർ മുഖ്യ സന്ദേശം നൽകി. ഭാരതീയ വിദ്യാനികേതൻ ഓർഗനൈസിംഗ് സെക്രട്ടറി R അനീഷ് കുമാർ, പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുരേഷ്, സ്കൂൾ മാനേജർ C രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. പെൻഷൻ പരിഷ്കരണം ഉടനെ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഓൾ ഇന്ത്യ BSNSLD OT പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ സമ്മേളനം അധികൃതരോട് പ്രമേയം വഴി ആവശ്യപ്പെട്ടു. ചാലക്കുടിയിൽ നടന്ന സമ്മേളനം അസിസ്റ്റന്റ് സെക്രട്ടറി C സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഏരിയ പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷനായി. മുതിർന്ന അംഗങ്ങൾ, സൈനിക സേവനത്തിന് ശേഷം BSNL ജോലി ചെയ്യുന്ന അംഗങ്ങൾ, 3ാം ക്ലാസ് പാഠപുസ്തകത്തിലെ പൂമ്പാറ്റുമ്മയുടെ കഥാകാരി മെയ് സിത്താര എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. PG പ്രകാശൻ, MK മണി, KV വിൽസൺ, OS മാധവൻ, PK ബാഹുലേയൻ, A പ്രഭാകരൻ, V കൃഷ്ണൻ, PN ജയരാമൻ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾ ആ കുട്ടിയിൽ 3ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് അല്ലെ കൊല്ലം. അപ്പോൾ സ്വന്തം കഥ തന്നെത്താനെ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടും നമുക്ക് അഭിമാനമാണ്. എക്സ്ട്രീം വെഹിക്കിൾ വാഷ് ആൻഡ് അണ്ടർ ബോഡി കോട്ടിംഗ് ആമ്പല്ലൂരിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. ആമ്പല്ലൂർ ഗോകുലം റീജൻസിക്ക് എതിർവശം രാവിലെ 10-നാണ് ഉദ്ഘാടനം. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മിനി കോൺഫറൻസ് ഹാൾ തിങ്കളാഴ്ച രാവിലെ 11-ന് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥികളാകും. നാട്ടിൻപുറങ്ങളിൽ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങയും മുരിങ്ങക്കായുമെല്ലാം അവരുടെ ഇഷ്ടവിഭവങ്ങളായിരിക്കാനാണ് സാധ്യത. നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിൽ മിക്കപ്പോഴും അവർ ഇവയെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. മുരിങ്ങയുടെ ഗുണങ്ങൾ അറിയാം, റിപ്പോർട്ട് കാണാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും മുരിങ്ങ നൽകുന്നുണ്ട്. എന്നാൽ പുരുഷന് ചില അധിക ഗുണങ്ങളും മുരിങ്ങ കൊണ്ടുണ്ടായേക്കാം. ഇതിൽ പ്രധാനമാണ് പുരുഷന്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് വേണ്ട ചില ഘടകങ്ങൾ. വിറ്റാമിൻ A, C, D എന്നിവയാൽ സമ്പുഷ്ടമാണ് മുരിങ്ങയും മുരിങ്ങക്കായും. ബീജത്തിന്റെ എണ്ണം കൂട്ടാനും ഊർജം ലഭിക്കാനും പുരുഷനെ സഹായിക്കുന്ന ഘടകമാണ് വിറ്റാമിൻ A. വിറ്റാമിൻ C ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഏറെയും സഹായമാവുക. കൂട്ടത്തിൽ രക്തയോട്ടത്തെ ത്വരിതപ്പെടുത്താനും ഇതിനാകും. അതായത് ലിംഗോധാരണത്തെ സുഗമമാക്കാൻ സഹായകമെന്ന് ചുരുക്കം. പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോൺ ഉൽപാദനത്തെ കാര്യക്ഷമമായി സ്വാധീനിക്കുന്ന ഘടകമാണ് വിറ്റാമിൻ C.
ദീർഘനേരത്തേക്ക് ഊർജ്ജസ്വലതയുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കുന്നു. സെക്സ് ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന സബോനിൻ എന്ന പദാർത്ഥവും പുരുഷ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അയൺ, സിങ്ക്, കാൽസ്യം തുടങ്ങിയ ധാതുക്കളും പുരുഷ ലൈംഗികതയെ ഊർജ്ജസ്വലവും ആരോഗ്യകരവുമാക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷന്റെ കീഴിൽ തൃശൂർ പഴയ നടക്കാവിൽ പ്രവർത്തിക്കുന്ന ഹാൻഡ്വീവ് ഷോറൂമിൽ എല്ലാ കൈത്തറി തുണിത്തരങ്ങൾക്കും ക്രിസ്മസ് പ്രമാണിച്ച് 20% ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കും. ഹാൻഡ്വീവ് ഷോറൂമിൽ നിന്നും സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് തവണ വ്യവസ്ഥയിൽ തുണിത്തരങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. ഡിസംബർ 20 മുതൽ 24 വരെയാണ് റിബേറ്റ് ലഭിക്കുക. മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിൽ ഭൂരഹിത ഭവനരഹിതരായ അതിദരിദ്രർക്ക് വീട് വയ്ക്കുന്നതിന് പഞ്ചായത്തിന് സൗജന്യമായോ വിലയ്ക്കോ ഭൂമി നൽകുന്നതിന് താല്പര്യമുള്ളവർ അളഗപ്പനഗർ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപയും പവന് 56,800 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട പള്ളത്തേരി വേലായുധന്റെ മകൻ സനൽ അന്തരിച്ചു. 39 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നികിതയാണ് ഭാര്യ. ഭൗമിക് മകനാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിലാണ് സംഭവം. ആമ്പല്ലൂരിൽ പൈപ്പിന് കുഴിയെടുത്തത് അശാസ്ത്രീയമായി മൂടിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയാകുന്നു. പരാതിയുമായി യാത്രക്കാരും വ്യാപാരികളും. കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ ഈ വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡിന് ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയെ തെരഞ്ഞെടുത്തതായി കേരള യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നന്ദിപുലം മിഴി സാംസ്കാരിക വേദിയുടെ നമ്മുടെ കളിസ്ഥലം എന്ന ആശയം സാംസ്കാരിക കേരളത്തിന് മാതൃകയാകുന്നു. തലോരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.